അഹിംസയാണ് ഏറ്റവും പരമമായ ധർമ്മമെങ്കിൽ നമ്മുടെ പുരാണ ഇതിഹാസങ്ങളെ അലങ്കരിക്കുന്ന ദേവീദേവന്മാർ എന്തുകൊണ്ട് ആയുധം കയ്യിൽ വെച്ച് നടക്കുന്നു? ഇന്ന് രാത്രികാലങ്ങളിൽ നമ്മൾ ആയുധം കയ്യിൽ വെച്ച് നടന്നാൽ, പകലായാൽ പോലും പിടിക്കപ്പെട്ടാലുള്ള ശിക്ഷ എന്താണെന്ന് നമുക്കറിയാം. ആയുധം സദാ കയ്യിൽ വയ്ക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? എന്തിനാണ് ഈ ആയുധങ്ങൾ? ആരെ വധിക്കാനാണ്? അതും 2 കൈകൾ പോരാഞ്ഞിട്ട് 4ഉം 8ഉം കൈകളോടുകൂടി, എല്ലാ കൈകളിലും വൈവിധ്യങ്ങളാർന്ന ആയുധങ്ങളോട് കൂടിയിരിക്കുന്ന ദേവിമാർ എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത്? ഇത് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഈ ഒരു ആധ്യാത്മിക രഹസ്യത്തെ മനസ്സിലാക്കി തരുവാൻ ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിന്റെ നെന്മാറ സെന്ററിന്റെ ചുമതല വഹിക്കുന്ന ബ്രഹ്മകുമാരി പവിത്ര ബഹനെ നിങ്ങൾക്ക് മുന്നിലേക്ക് ക്ഷണിക്കുകയാണ്. പവിത്ര ബഹൻ, എന്തുകൊണ്ട് ദേവിമാരുടെ കൈകളിലുള്ള ആയുധങ്ങൾ, അവയുടെ ആധ്യാത്മിക രഹസ്യത്തെ നമുക്ക് വിശദീകരിച്ചു നൽകും. ഓം ശാന്തി. ജ്യോതിർലിംഗ മഹാമേളയ്ക്കെത്തിയ എല്ലാ ഭക്ത മനസ്സുകൾക്കും വിനീതമായ നമസ്കാരം. ചോദ്യം പോലെ നാം ദുർഗാദേവിയും അതേപോലെ പരാശക്തിയുമെല്ലാം സിംഹവാഹിനിയായും അതേപോലെ 8ഉം 10ഉം കൈകളിൽ ആയുധമേന്തിയും നാം കാണാറുണ്ട് ചിത്രങ്ങളിൽ. വാസ്തവത്തിൽ ആയുധം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശക്തികളെയാണ്. പക്ഷേ ശക്തി എന്ന് പറയുന്ന സമയത്ത് 2 വിധ ശക്തികൾ നമുക്ക് ഓർമ്മയിൽ വരും. ഒന്ന് കായിക ശക്തി അല്ലെങ്കിൽ ശാരീരിക ശക്തി, 2 ആന്തരിക ശക്തി അല്ലെങ്കിൽ മനോബലം. മനുഷ്യന്റെ ജീവിതത്തിലേക്ക് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കായിക ശക്തി മനുഷ്യന് ഒരു പരിധിവരെയ്ക്ക് ആവശ്യം തന്നെയാണ്. പക്ഷേ മനുഷ്യ ജീവിത കാലഘട്ടത്തിൽ ചെറിയ പ്രായം, അതായത് ബാല്യാവസ്ഥയിൽ നമുക്ക് കായിക ശക്തി ഇല്ല. കായിക ശക്തി നമുക്കുണ്ടാകുന്നത് യുവാവസ്ഥയിലാണ്. കാരണം വാർദ്ധക്യമാകുമ്പോൾ അത് നമുക്ക് നഷ്ടപ്പെടും. പക്ഷേ ആന്തരിക ശക്തി അല്ലെങ്കിൽ മനോബലം നാം എത്രത്തോളം നമ്മുടെ മനസ്സിൽ വർദ്ധിക്കുന്നു, നമുക്ക് തീർച്ചയായിട്ടും ജീവിതത്തിന്റെ അന്തിമ കാലഘട്ടം വരയ്ക്കും എത്ര വാർദ്ധക്യമായാലും നമുക്ക് ആ മനോബലത്തെ പിടിച്ചു നിർത്താൻ സാധിക്കുകയും ചെയ്യും. ഇത് പറയുന്ന സമയത്ത് ഈ 2 ശക്തികളിൽ ഏത് ശക്തിയാണ് പ്രാധാന്യം എന്ന് പറയുന്ന സമയത്ത് ഒരു പുരാണത്തിലെ ഒരു സന്ദർഭം ഓർമ്മ വരികയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കാം, അലക്സാണ്ടർ ദ ഗ്രേറ്റ് അല്ലെ, ലോകം വിശ്വം മുഴുവനും കീഴടക്കിയ മഹാരാജാവാണ്. അദ്ദേഹം ഭാരതം കീഴടക്കാനായി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭാരതം കീഴടക്കിയ ശേഷം ഭാരതത്തിൽ നിന്നും എന്ത് സമ്മാനമായി കൊണ്ടുവരും എന്ന ചർച്ചയ്ക്ക് ഇടയിൽ അദ്ദേഹത്തിന്റെ കൂടെയുള്ളവർ പറഞ്ഞു, ഭാരതം ആധ്യാത്മികതയിൽ പ്രശസ്തമാണ്, ധാരാളം ഋഷിമാരും മുനിമാരും ഉള്ള സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ഋഷീശ്വരന്മാരെ അല്ലെങ്കിൽ മുനീശ്വരന്മാരെ നമുക്ക് ഇങ്ങോട്ട് തീർച്ചയായും കൊണ്ടുവരാം എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ഹിമാലയ സാനുക്കളിൽ പോകുന്നു. എന്നിട്ട് വളരെ നല്ലൊരു യോഗേശ്വരനെ കാണുന്നു. അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, അങ്ങ് ഞങ്ങളുടെ നാട്ടിലേക്ക് വരുമോ? ഭാരതം കീഴടക്കിയതിന്റെ സമ്മാനമായി എന്റെ നാട്ടിലുള്ളവർ ഇതുപോലെയുള്ള ഋഷീശ്വരന്മാരെയാണ് അപേക്ഷിച്ചിരിക്കണം എന്ന് ചോദിച്ചതിന് മറുപടിയായി ആ ഋഷീശ്വരൻ പറഞ്ഞത് ഇതാണ്, ഒരിക്കലും നിനക്ക് എന്നെ കൊണ്ടുപോകാൻ സാധിക്കില്ല. അപ്പൊ ഇതിന് മറുപടിയായി അലക്സാണ്ടർ ചക്രവർത്തി പറഞ്ഞു, ഞാൻ നിന്നെ തുണ്ടം തുണ്ടമായി വെട്ടും. അപ്പൊ ഇത് കേട്ടപ്പോ ഋഷീശ്വരൻ ഒരു പരിഹാസം അല്ലെങ്കിൽ വളരെ ഉള്ളുകൊണ്ട് ഒരു ചിരിയാണ് ചിരിച്ചത്, പൊട്ടിച്ചിരിക്കുകയാണ് ചെയ്തത്. ഇത് കേട്ടപ്പോൾ ഒന്നും കൂടി അലക്സാണ്ടർ മഹാചക്രവർത്തിക്ക് കോപം വന്നു. എന്നിട്ട് ഋഷീശ്വരൻ പറഞ്ഞു, എന്റെ അടിമയുടെയും അടിമയാണ് നീ. ഈ 2 വാക്ക് കേട്ടപ്പോ അലക്സാണ്ടർ മഹാചക്രവർത്തിക്ക് ഭയങ്കരമായ ഒരു ഉൾവിളി, ഒരു ബോധവൽക്കരണം ഉണ്ടായി. ഒന്ന്, നിന്നെ തുണ്ടം തുണ്ടമായി വെട്ടുമെന്ന് പറഞ്ഞപ്പോ ഒരിക്കലും അത് സാധിക്കില്ല എന്ന് ഋഷീശ്വരൻ പറഞ്ഞു. 2, എന്റെ അടിമയുടെയും അടിമയാണ് നീ. പക്ഷെ ഇതിന്റെ ആന്തരിക അർത്ഥം അലക്സാണ്ടർ മഹാചക്രവർത്തിക്ക് മനസ്സിലായില്ല. അപ്പൊ അദ്ദേഹം ഋഷീശ്വരനോട് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഇതാണ്, നിനക്ക് വേണമെങ്കിൽ എന്റെ ശരീരത്തെ വെട്ടിമുറിക്കാൻ സാധിക്കുമായിരിക്കും, പക്ഷേ ഞാൻ ഈ ഭൗതിക ശരീരം അല്ല. പകരം ഞാൻ ഈ ശരീരത്തിനകത്തിരിക്കുന്ന ആന്തരിക സത്തയാണ്, ആത്മീയ ശക്തിയാണ്. ആത്മാവ് ഒരിക്കലും പഞ്ചഭൂത നിർമ്മിതം അല്ലാത്തതുകൊണ്ട് ആത്മാവിനെ ഒരിക്കലും വാളുകൊണ്ട് വെട്ടിമുറിക്കാനോ തീയിലിട്ട് ചുട്ടെരിക്കാനോ വെള്ളത്തിലിട്ട് ലയിപ്പിക്കാനോ സാധിക്കില്ല. അടുത്തതായി, എന്റെ അടിമയുടെയും അടിമയാണ് എന്ന വാക്കിന്റെ അർത്ഥം, ഞാൻ ക്രോധത്തിനെ എന്റെ അടിമയാക്കി വെച്ചിരിക്കുന്നു, ആ ക്രോധത്തിന്റെയും അടിമയാണ് നീ. ഈ 2 വാക്കുകൾ അലക്സാണ്ടർ ചക്രവർത്തിയുടെ ഹൃദയത്തെ ഉണർത്തി. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അദ്ദേഹം മരിക്കുന്ന സമയത്ത്
മരിച്ചു കഴിഞ്ഞാൽ തന്റെ ശവത്തിലെ 2 കൈകളും പുറത്തേക്ക് വെച്ച് കുഴിച്ചിടാനായിട്ടാ പറഞ്ഞ്. കാരണം വിശ്വം മുഴുവനും കീഴടക്കിയ അലക്സാണ്ടർ ചക്രവർത്തി തിരികെ പോകുമ്പോൾ വെറും ഖാലി കൈയോടെയാണ് പോയത്. അപ്പോൾ ഈ സന്ദർഭം നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ പറയുന്നതിന്റെ കാരണം, അലക്സാണ്ടർ ചക്രവർത്തിക്ക് ബോധോദയം ഉണ്ടായത് ശാരീരിക ശക്തിയെക്കാളും കായിക ശക്തിയെക്കാളും ഒരു മനുഷ്യന് തന്റെ ജീവിതത്തിൽ മുന്നോട്ട് പോണെങ്കിൽ, പ്രതിസന്ധികളെ തരണം ചെയ്തു പോണെങ്കിൽ, അത് എത്ര വാർദ്ധക്യ കാലഘട്ടമാണെങ്കിലും മനോബലം അത് ഒരിക്കലും നശിക്കില്ല, അവിനാശിയായതാണ്. പിന്നെ വേറൊന്ന്, ദേവിമാരുടെ ഭുജങ്ങളിൽ നാം ആയുധങ്ങൾ, അസ്ത്രശസ്ത്രങ്ങൾ കാണിച്ചിരിക്കുന്നതിൽ വേറൊന്നതിന്റെ പ്രതീകം എന്ന് പറയുന്നത് ഈശ്വരീയ ജ്ഞാനം. കാരണം ജ്ഞാനത്തിനെ അസ്ത്രശസ്ത്രമായി നാം കേട്ടിട്ടുണ്ട്. ഇംഗ്ലീഷിൽ പറയാറുണ്ട്, നോളജ് ഈസ് വെപ്പൺ, നോളജ് ഈസ് മൈറ്റ്, നോളജ് ഈസ് പവർ. അതായത് അസ്ത്രശസ്ത്രങ്ങൾ തീർച്ചയായിട്ടും ഈശ്വരീയ ജ്ഞാനം എങ്ങനെയായിട്ട് മാറും? ജ്ഞാനം എന്ന വാക്കിന് അർത്ഥം തന്നെ വിവേകം, അല്ലെങ്കിൽ വിവേചിച്ചറിയുക, വേർതിരിച്ചറിയാനുള്ള ശക്തി. ഒരു മനുഷ്യന് തന്റെ ജീവിതത്തിൽ നല്ലതേതാണ്, മോശമായതേതാണ്, ഏത് വഴിയിലൂടെ പോണം, ഏത് വഴിയിലൂടെ പോണ്ട, ഏതെനിക്ക് അനുയോജ്യമാണ്, ഏതെനിക്ക് അനുയോജ്യമല്ല എന്നുള്ള വിവേകം ബുദ്ധിയിലില്ലെങ്കിൽ ഒരിക്കലും ബാഹുബലം കൊണ്ട് അവൻ എത്ര ശക്തിശാലിയാണെങ്കിലും ഒരിക്കലും ജീവിതത്തിൽ വിജയം പ്രാപ്തമാക്കാൻ സാധിക്കില്ല. നമുക്കറിയാം, നമ്മളിന്ന് നമ്മുടെ കുട്ടികളെ അടക്കം ഭൗതിക വിദ്യാഭ്യാസ പഠനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ദൂര ദേശങ്ങളിലേക്ക് നാം അയക്കുന്നുണ്ട്, ഒരുപാട് പൈസ ചെലവാക്കിയിട്ട്. പക്ഷെ ആ ഭൗതിക വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ നമുക്ക് എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ ഈ ആധ്യാത്മിക ജ്ഞാനം അല്ലെങ്കിൽ ഈശ്വരീയ ജ്ഞാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ, അതിനനുസരിച്ചേ നമ്മുടെ ജീവിതത്തിലുള്ള ഏത് ഉന്നത തലത്തിൽ നാം ജീവിക്കുകയാണെങ്കിലും നമുക്ക് പലതരത്തിലുള്ള പരിതസ്ഥിതികൾ വന്നാൽ അതിനുമേൽ വിജയം പ്രാപ്തമാക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഭൗതിക വിദ്യാഭ്യാസം നമുക്ക് ഒരുപാട് ഇൻഫോർമേഷൻ, അതായത് അറിവ് പ്രദാനം ചെയ്യുന്നുണ്ടാവാം. പക്ഷേ ആധ്യാത്മിക ജ്ഞാനത്തിലൂടെ മാത്രമേ നമുക്ക് സ്വയം താൻ ആരാണെന്നും ഈശ്വരൻ ആരാണെന്നും ഈശ്വരീയ ശക്തികളെ സ്വയത്തിലേക്ക് നിറച്ച് തന്റെ ജീവിതത്തിൽ വിജയം പ്രാപ്തമാക്കാനും നമുക്ക് സാധിക്കുള്ളൂ. അപ്പം അതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ പലരും ആയുധങ്ങള് സേഫ്റ്റിക്ക് വേണ്ടി ഉപയോഗിക്കാറുണ്ട്, സ്വന്തം സുരക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. പക്ഷെ എന്നിട്ടും ഒരുപാട് പരാജയം നാം കണ്ടുവരാറുമുണ്ട് അവരുടെ ജീവിതത്തിൽ. ആയുധങ്ങൾ ഏന്തിയാൽ മാത്രം സേഫ്റ്റി എന്നൊരിക്കലും നമുക്ക് വാഗ്ദാനം ചെയ്യാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് ഏറ്റവും വലിയ സുരക്ഷാ കവചം ഈശ്വരീയ ശക്തിയുടെ കവചമാണ്. ആ ഈശ്വരീയ ശക്തിയുടെ കവചം, ആ സേഫ്റ്റി നാം എത്രത്തോളം നമ്മുടെ മനസ്സിൽ, നമ്മുടെ ജീവിതത്തിൽ ധാരണ ചെയ്യുന്നു, അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആയുധം. അല്ലാതെ സ്ഥൂലമായിട്ടുള്ള ആയുധങ്ങൾ ഏന്തിയതായോ ഹിംസികമായിട്ടുള്ള യുദ്ധം ദേവീദേവന്മാർ നടത്തി എന്ന് നാം പുരാണ കഥകൾ കേട്ടിട്ടുണ്ടെങ്കിലും, നേരത്തെ ഒരു ചോദ്യത്തിന് ഉത്തരമായി ഒരു സിസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹിംസികമായ യുദ്ധമല്ല ഇവിടെ നാം അർത്ഥമാക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിൽ നാം ഈശ്വരന്റെ സ്മൃതിയിലൂടെ ശേഖരിച്ചിട്ടുള്ള ആത്മീയ ശക്തികൾ, ആത്മീയ ഗുണങ്ങൾ, അതുപോലെ തന്നെ ഈശ്വരീയ ജ്ഞാനം, ഇതിലൂടെ മാത്രമാണ് നമുക്ക് നമ്മുടെ മനസ്സിലുള്ള എല്ലാ തരത്തിലുള്ള ദുർബലതകളെയും ഇല്ലാതാക്കാൻ സാധിക്കാം. കാരണം ദേവിമാർ കയ്യിൽ ആയുധങ്ങൾ ഏന്തിയ സമയത്ത് നാം പലപ്പോഴും അസുരന്മാരെ നിഗ്രഹിക്കുന്ന ഒരു ചിത്രവും കണ്ടിട്ടുണ്ട്. അപ്പൊ അസുരന്മാരെന്ന് പറയുമ്പോൾ വികൃത രൂപമായും കൊമ്പുകളും ദംശകളായിട്ടും നാം കണ്ടിട്ടുണ്ട് ചിത്രത്തില്. വാസ്തവത്തിൽ അങ്ങനെ ഒരു മനുഷ്യനെ നാം ഇന്നത്തെ ലോകത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ല. അതിനർത്ഥം ആസുരീയ സംസ്കാരം, അതായത് മനുഷ്യ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന കാമം, ക്രോധം, മോഹം, ലോഭം, അഹങ്കാരം എന്നീ പഞ്ചദുർവികാരങ്ങൾ, ഈ പഞ്ചദുർവികാരങ്ങൾക്ക് അടിമപ്പെട്ടിട്ട് ഏതൊരു മനുഷ്യനാണോ പ്രവർത്തിക്കുന്നത്, ആ ആസുരീയ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരെയാണ് അസുരന്മാരായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള അസുരന്മാർ നാം ഓരോരുത്തരും നമ്മളുടെ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ഉള്ളിലും ഒരുപാട് ചെറിയ ചെറിയ അസുരന്മാരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ വലിയ വലിയ അസുരന്മാരുണ്ടായിരിക്കാം. ഇത്തരത്തിലുള്ള ആസുരീയ സംസ്കാരങ്ങളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് ഈശ്വരീയ ജ്ഞാനവും ഈശ്വരീയ ശക്തികളും ഗുണങ്ങളുമാകുന്ന അസ്ത്രശസ്ത്രങ്ങൾ നമുക്ക് ആവശ്യം. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.